ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ 24/7. ഞാൻ റീമ. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പാർട്ട് 1 കണ്ടിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നു, 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ പാർട്ട് 2ലേക്ക് കടക്കാം. ഓക്കെ, സോ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെയും പ്രാക്ടീസ് ചെയ്യാം. റെഡി ആണല്ലോ എല്ലാവരും? സോ വെരി ഗുഡ് മോർണിംഗ്. ഞാനിതിപ്പം റെക്കോർഡ് ചെയ്യാണ്, അപ്പോൾ ഇപ്പം മോർണിംഗ് ആണ്, പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് അറിഞ്ഞുകൂടാ. സോ എനിവേയ്സ് ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ബയോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. എ ട്രൂ പേട്രിയറ്റ് ഇസ് ഓണേർഡ് ബൈ ഓൾ. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? എ ട്രൂ പേട്രിയോട്ട് ഇസ് ഓണേർഡ് ബൈ ഓൾ. ഓക്കെ, എ ട്രൂ പേട്രിയോട്ട് ഇസ്, പേട്രിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യസ്നേഹി അല്ലേ? ഒരു യഥാർത്ഥ രാജ്യസ്നേഹിനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണ്ടാത്തതിനൊക്കെ കളഞ്ഞോ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ അടുത്തത് ഹെൽപ്പിംഗ് വെർബ് ഇസ്. ഇസിൻ്റെ ഓപ്പോസിറ്റ് ഈസൻറ്റ്. പിന്നെ പേട്രിയറ്റ് ജെൻഡർ ഒന്നും അറിയത്തില്ല, പക്ഷെ മെസ്കുലിൻ ജെൻഡർ ആയിട്ട് നമ്മൾ കൊടുക്കുവാണ്. ഈസൻറ്റ് ഹി. ആൻഡ് ദി ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, ഈസൻറ്റ് ഹി. ഓക്കെ, അപ്പോൾ ഒരു യഥാർത്ഥ രാജ്യസ്നേഹി എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയല്ലേ? അതാണ് ഈസൻറ്റ് ഹി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഹിയർ വി ആർ. 12. Neither of them went. Neither of them went. ഈ നൈദർ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടിൽ നിന്ന് ഒരാൾ പോലും പോയില്ല. ഓക്കെ, നൈദർ ഓഫ് ദം വെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഒരാൾ പോലും പോയില്ല എന്നതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നൈദർ ഓഫ് ദം വെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരിൽ ഒരാൾ പോലും പോയില്ല. അപ്പോൾ സെൻറ്റൻസ് എന്തുവാ? നെഗറ്റീവ് ആണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആകുമ്പം ക്വസ്റ്റ്യൻ ടാഗ് എന്താ? പോസിറ്റീവ്. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. ഓക്കെ, സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നൈദർ ഓഫ് ദം വെന്റ്, ഒരാൾ പോലും പോയില്ല. അപ്പോൾ രണ്ടുപേരിൽ ഒരാൾ പോലും പോയിട്ടില്ലെന്നാ. സെൻറ്റൻസ് സിംഗുലർ ആണ്, പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്താ? ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറലാ. ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറലാ. ഇത് എപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറൽ ആവുന്നത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതായത് ഈച്ച്, എവ്രി, ഐദർ, നൈദർ, നൺ, എനിവൺ, സംബഡി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരാളെ കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ ഇവരുടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് പ്ലൂറലായിട്ട് യൂസ് ചെയ്യേണ്ടത്. കണ്ടോ, ഈ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാം, അപ്പോൾ വേണ്ടാത്തതിനെ കളഞ്ഞേക്കാം, അപ്പോൾ കൺഫ്യൂഷൻ വരില്ലല്ലോ. ഇനി എന്താ? പ്ലൂറൽ ക്വസ്റ്റ്യൻ ടാഗാ. ഓക്കെ, പ്ലൂറൽ ക്വസ്റ്റ്യൻ ടാഗ്, എല്ലാം പ്ലൂറൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകണം. നൈദർ ഓഫ് ദം വെന്റ്. വെന്റ് എന്നുള്ളത് മെയിൻ വേർബാ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതട്ടെ. എങ്ങനെ എഴുതാം? ഡിഡ് ഗോ അല്ലേ? ഡിഡ് ഗോ. അപ്പോൾ ഡിഡ് ദേ എന്ന് വരും. ഡിഡ് ദേ എന്ന് വരും. ഡിഡിൻ്റെ എന്ന് കൊടുക്കുന്നത് സത്യത്തിൽ ഒരു ഓപ്ഷൻ ഡിഡിൻ്റെ ഉണ്ടായിരുന്നു അല്ലേ? അത് ആദ്യമേ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. മനസ്സിലായി? അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡിഡ് ഗോ, ഡിഡിൻ്റെ ഓപ്പോസിറ്റ് ഡിഡിൻ്റെ കൊടുക്കും. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് പ്രോനൗൺ പിന്നെ പ്ലൂറലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടാത്തതിനൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് വെച്ചോണം കേട്ടോ. ക്ലിയർ ആയേ? ഓക്കെ, യെസ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, 2 പ്രാവശ്യം വന്നു. 13. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഇനി അറിയത്തില്ല, ഒന്നും പറഞ്ഞേക്കല്ല. നമുക്ക് മാക്സിമം ഇപ്പോൾ അതാണ് ഞാൻ 2 സെഷൻസിലായിട്ട് ഈ ക്ലാസ് എടുക്കുന്നത്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം എപ്പോഴേലും നമുക്ക് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയും ഒക്കെ നമുക്കത് വീണ്ടും കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഒബ്ജക്റ്റീവിൻ്റെ 50 മാർക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ്. ഇപ്രാവശ്യം ഇത്ര കുറെ പ്രസംഗിച്ചിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ ടാഗ് വന്നില്ലെങ്കിൽ എൻ്റെ അടുത്തൊന്നും പറഞ്ഞേക്കരുത്. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു സംഭവം. ഏതൊക്കെ ഒരു പ്രാവശ്യം വരണം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റണം ഒന്നും നമുക്കറിയത്തില്ല. പറഞ്ഞിരിക്കുന്ന സിലബസിനകത്ത് ഇതെല്ലാം ഉണ്ട്, പക്ഷെ ചില സമയത്ത് ചിലപ്പോൾ ഇട്ടില്ലെന്ന് വരും അല്ലേ? ആ എക്സാമിനറിൻ്റെ അപ്പത്തെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പോലെ ഇരിക്കും. ഓക്കെ, സോ ഹിയർ വി ആർ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് ഡൺ ദ വർക്ക്. ഓക്കെ, ഓക്കെ, ജീവ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് ഡൺ. അതിൻ്റെ ഇവിടെ ഹാസ് വരാൻ കാരണം ഹാസ് വന്ന എന്താ? ഹാവ് അല്ലേ?
നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിൽ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ആസ് വെൽ ആസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യുക. ജീവ സിംഗുലർ ആയതുകൊണ്ടാണ് വേർബും സിംഗുലർ ആയിട്ട് കൊടുത്തത്. ജീവ സിംഗുലർ ആയതുകൊണ്ട് വേർബും നമ്മൾ സിംഗുലർ ആയിട്ട് കൊടുത്തു. ആണേ? ഓക്കെ, ശരി. അപ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ക്വസ്റ്റ്യൻ ടാഗും സിംഗുലർ ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ സിംഗുലർ 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 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പോയി. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ദാ ഹാസൻറ്റ് ഹി. ഹാസൻറ്റ് ഹി അല്ലേ? ഇത്രയേ ഉള്ളൂ. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ഓക്കെ, ജീവയും അതുപോലെ തന്നെ ഫ്രണ്ട്സും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. സെൻറ്റൻസ് പോസിറ്റീവ് അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അത് മനസ്സിൽ വെക്കുക. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇനി എന്താണ്? ഈ ആസ് വെൽ ആസ് ആണ് അവിടുത്തെ താരം. ആസ് വെൽ ആസ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വേർബ് കൊടുക്കേണ്ടത്. പ്രോനൗൺ ഉണ്ടെങ്കിൽ പ്രോനൗണും അങ്ങനെ തന്നെ വേണം. ഇവിടെ പ്രോനൗൺ ഇല്ല, പോട്ടെ. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗും എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോലെ തന്നെ അല്ലേ? സംഭവം സിംഗുലർ അല്ലേ? അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗും സിംഗുലർ. ഹാസൻറ്റ് ഓപ്പോസിറ്റ് ഹാസൻറ്റ് ഹി. ഹാസൻറ്റ് ഹി. ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു കം ഐ വിൽ ഗോ. ഓക്കെ, ഇഫ് യു കം ഐ വിൽ ഗോ. അയ്യോ, ഇതെന്താണ്? കണ്ടീഷൻ ക്ലോസ് ചെയ്യുന്നവരെയൊക്കെ ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത് കേട്ടോ. പല പല കേസസ് നമുക്ക് കാണണമല്ലോ. ഇഫ് യു കം ഐ വിൽ ഗോ. നീ വരുവാണെങ്കിൽ ഞാൻ പോകും. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കണ്ടേ? ഈ ഇഫ് യു കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടീഷനാണ് അല്ലേ? കണ്ടീഷൻ പറയുന്നിടത്ത് നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ അവിടുത്തെ മെയിൻ ക്ലോസ് എടുക്കുക. അതായത് ഐ വിൽ ഗോ, ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് എടുത്തേ. ഐ വിൽ ഗോ ഓപ്പോസിറ്റ് എന്താ? ഐ വിൽ നോട്ട്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം വോണ്ട്, ആൻഡ് ഇറ്റ് ഈസ് വോണ്ട് ഐ. വോണ്ട് ഐ. ഓക്കെ, റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കൂടെ തന്നെ ആൻസർ ചെയ്ത് പോകണം. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. മിസ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന്. ലൈവാണ്, നമുക്ക് കുറച്ചുകൂടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ ഒരു ദിവസം ഞാനൊരു കാര്യം ചെയ്യാവേ. നമുക്കൊരു എന്താ പറയുക, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ നമുക്ക് ചെയ്യണം. ഓക്കെ, ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ഷോർട്ട് വീഡിയോ ഇടാം. ആ ഷോർട്ട് വീഡിയോയുടെ താഴെ നിങ്ങൾക്കുള്ള ക്വയറീസ് എല്ലാം അതിനകത്ത് ചോദിക്കുക. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സെഷൻ ഞാൻ തരാം കേട്ടോ. കാരണം പലർക്കും ഈ പറയുന്ന പലരും ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് യൂട്യൂബ് സ്റ്റുഡൻസ് ആണെങ്കിലും പെയ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിലും ചില ഡൗട്ടുകൾ അവർ നോക്കുമ്പോഴത്തേ അയ്യോ ഇതെപ്പോൾ ചോദിക്കും, ഇതിന് സമയമില്ലല്ലോ, നമ്മളിങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന റെഫർ ചെയ്താവും, വേറെ എവിടെയെങ്കിലും കണ്ട ക്വസ്റ്റൻ ആവാം. അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ലൈവായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ വിൽ ഗോ ഇതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, അവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാൻ. വിൽ നോട്ട് ഗോ, വിൽ നോട്ട് ഷോർട്ട് ഫോം വോണ്ട്, വോണ്ട് ഐ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാ. ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, വാ. ബാങ്ക്സ് ക്ലോസ് അറ്റ് 6 PM. എന്താ ക്വസ്റ്റ്യൻ ടാഗ്? ബാങ്ക്സ് ക്ലോസ് അറ്റ് 6 PM. വീണ്ടും ഞാൻ പറയട്ടെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഫ്രീ ക്വാളിറ്റി ക്ലാസ്സസ് എഡാ 24/7 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. ഓക്കെ, ബാങ്ക്സ് ക്ലോസ്. അതെ, എൻ്റെ വേറൊരു ഡൗട്ടാണ്. ബാങ്ക്സ് ക്ലോസ് ആണോ ക്ലോസസ് ആണോ? ബാങ്ക്സ് പ്ലൂറലാ, അപ്പോൾ വേർബും പ്ലൂറലാ, ക്ലോസാ, അത് കുഴപ്പമില്ല. പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ? അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? എന്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്? ഓക്കെ, എല്ലാം നെഗറ്റീവാണ് ഇതൊഴികെ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇനി എന്താ? ഒറ്റ ആൻസറേ ഉള്ളൂ. അപ്പോൾ ബാങ്ക്സ് ക്ലോസ്. ക്ലോസ് എന്തുവാ? മെയിൻ വെർബ്. സ്പ്ലിറ്റ് ചെയ്തോ? ക്ലോസിനെ എങ്ങനെ എഴുതാം? ക്ലോസ് ടു ക്ലോസ്. ഓക്കെ, ക്ലോസിനെ ഡു ക്ലോസ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. ക്ലോസസ് ആണെങ്കിലാണ് ഡസ് ക്ലോസ് എന്ന് വരുന്നത് കേട്ടോ. ക്ലോസസ് ആണ് ഡസ് ക്ലോസ് എന്ന് വരുന്നത്. ഓക്കെ, ഇത് ഡു ക്ലോസ്. ക്ലോസ് ഡു ക്ലോസും ക്ലോസസ് ഡസ് ക്ലോസും ആണ്. ഓക്കെ, അപ്പോൾ എന്തേ? ക്ലോസിനെ ഡു ക്ലോസ് എന്ന് എഴുതി. ഡൂയിൻ്റെ ഓപ്പോസിറ്റ് ഡോണ്ട് ദേ. ബാങ്ക്സ് പ്ലൂറൽ ആയതുകൊണ്ട് ദേ കൊടുത്തു.
ഓക്കെ, സോ ഇറ്റ് ഈസ് ഡോണ്ട് ദേ. ഇനി ഈ ക്ലോസസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയോ? ഇപ്പോൾ ഒരു ബാങ്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എ ബാങ്ക് ക്ലോസസ്, എ ബാങ്ക് ക്ലോസസ് എന്ന് പറയാം. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ചാണ് വേർബ് യൂസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നോക്കിക്കോണം കേട്ടോ. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ ബാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Here we are. 16. You should not blame him. You should not blame him. അവിടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്? You should not blame him. Okay. You should not blame him. നീ ബ്ലെയിം ചെയ്യാൻ പാടില്ല. Should not എന്താണ്? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഇംപറേറ്റീവ് ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, സംഭവം ഇംപറേറ്റീവ് ആണോന്ന്. അങ്ങനെയാണെങ്കിൽ വിൽ യു വോണ്ട് യു വരണ്ടേ? പക്ഷേ ഞാൻ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞപ്പോൾ വിൽ യു ഇല്ല, വോണ്ട് യു ഇല്ല. ഓക്കെ, വിൽ യു ഇല്ല, വോണ്ട് യു ഇല്ല. അപ്പം എന്നാ ചെയ്യും? വിൽ യു ഇല്ല, വോണ്ട് യു ഇല്ല. അപ്പോൾ പിന്നെ നോർമൽ ആയിട്ട് തന്നെ കൊടുക്കാം അല്ലേ? സോ യു ഷുഡ് നോട്ട് സംഭവം എന്താ? നെഗറ്റീവ് സെന്റൻസ്. അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് യു അല്ലേ? ഇനി സപ്പോസ് അവിടെ വിൽ യു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിൽ യു വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കാരണം ഇംപറേറ്റീവ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഉപദേശമായിട്ട് നീ അങ്ങനെ ബ്ലെയിം ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇതിനെ ഒരു ഇംപറേറ്റീവ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നെഗറ്റീവ് ഇംപറേറ്റീവ് ആയിട്ട് കൊടുക്കാം. വിൽ യു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ വിൽ യു ശരിയായേനെ കേട്ടോ. വിൽ യു ഉണ്ടായിരുന്നെങ്കിൽ വിൽ യുവും ശരിയായേനെ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പം ലൈവ് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ലൈവ് സെഷൻ അല്ലാത്തത് കൊണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. നെക്സ്റ്റ്. Okay. I shall go to office. I shall go to office. What is a sentence? The sentence is positive. So, if sentence is positive, question tag is negative. Negative question tag എന്തിയെ? ഇത് മാത്രം പോയി. Okay. I shall go. Opposite എന്താ? I shall not. Shall not in the opposite, sorry, short form, it is shan't. Shan't I. അപ്പോൾ I shall go. Opposite, I shall not. Shall not in the short form, shan't. Shan't I. കേട്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, you'll never know unless you try. അത് എപ്പോഴാണോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് അപ്പോഴേ അറിയത്തുള്ളൂ, അതുവരെ നിങ്ങൾ അറിയത്തില്ല അല്ലേ? ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, പഠിച്ചു തുടങ്ങിയാലേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ യു വിൽ നെവർ നോ അൺലെസ് യു ട്രൈ. ഇത് എവിടെന്നാ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുന്നത്? യു വിൽ നെവർ നോ അൺലെസ് യു ട്രൈ. ഇതൊരു കണ്ടീഷനാണ് അല്ലേ? ഈ അൺലെസ് യു ട്രൈ എന്നുള്ളത് കണ്ടീഷനാണ്. ഞാൻ നേരത്തെ ഇഫ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കണ്ടീഷൻ പറയുന്നിടത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കണ്ടീഷൻ പറയുന്നിടത്ത്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ? യു വിൽ നെവർ നോ, അതൊരു കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസാണ്, ഒരു മെയിൻ ക്ലോസാണ് അല്ലേ? യു വിൽ നെവർ നോ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് എടുത്തേ. അപ്പോൾ യു വിൽ നെവർ നോ. നെവർ എന്തുവാ? സംഭവം നെഗറ്റീവ് ആണ്, സെൻറ്റൻസ് നെഗറ്റീവ് ആവുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഇത്രയും കഷ്ടപ്പെടണോ? അതേ കിടക്കുന്നു വിൽ യു അല്ലേ? അപ്പോൾ യു വിൽ നെവർ നോ, ആ വിൽ യു അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ചിലപ്പം നമുക്കൊരു അൺലെസ് യു ട്രൈ ആണ്, യോർ ട്രൈ അല്ല കേട്ടോ, സോറി, അൺലെസ് യു ട്രൈ. അപ്പോൾ സംഭവം എന്താ? യു നെവർ നോ അൺലെസ് യു ട്രൈ. നീ എപ്പോഴാണോ നീ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ, അതുവരെ നിനക്ക് മനസ്സിലാവില്ല. നീ ട്രൈ ചെയ്തില്ലെങ്കിൽ നിനക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ സെൻറ്റൻസ് യു വിൽ നെവർ നോ അൺലെസ് യു ട്രൈ. അൺലെസ് യു ട്രൈ എന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല, അതൊരു മീനിങ് കിട്ടുന്നില്ല. പിന്നെ യു വിൽ നെവർ നോ അതിനെ മെയിൻ ക്ലോസ് ആയിട്ട് എടുത്തിട്ട് നെവർ നെഗറ്റീവ്, അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പോൾ വിൽ യു. അപ്പോൾ ചിലത് ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലെക്സ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സെൻറ്റൻസസിനെ നമ്മൾ കോംപ്ലെക്സ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. അതിൽ ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ളതിനെ മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ പോരട്ടെ. Both he and Subi worked hard. Both he and Subi worked hard. അല്ലേ? നന്നായിട്ട് വർക്ക് ചെയ്തു. സെന്റൻസ് എന്താ? പോസിറ്റീവ് ആണ്. കാരണം നന്നായിട്ട് വർക്ക് ചെയ്തല്ലോ. പോസിറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. ഓ ഭാഗ്യം, കണ്ടോ? ഇങ്ങനെ ഭാഗ്യം വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ ഓപ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവണം എന്നില്ല. സോ പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. ഒരൊറ്റ നെഗറ്റീവേ ഉള്ളൂ അല്ലേ? ഇനി ഇതെങ്ങനെ ഇത് നമുക്ക് സോൾവ് ചെയ്യണ്ടേ? വർക്ക്ഡ് എന്നുള്ളത് മെയിൻ വേർബാ. മെയിൻ വേർബ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോ. എങ്ങനെ വരും? ഡിഡ് വർക്ക്. ഡിഡ് വർക്ക് എന്ന് വരും. ഓക്കെ, ഡിഡ് വർക്ക് എന്ന് വരും. അപ്പോൾ ഡിഡ് വർക്ക് അതാണ് വർക്ക്ഡ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഡിഡിന്റെ ഓപ്പോസിറ്റ് ഡിഡൻറ്റ്. ഡിഡൻറ്റ് ഹീയും സുബിയും കൂടെ ആയതുകൊണ്ടാ ഡിഡൻറ്റ് ദേ. ഓക്കെ, അതാണ് ഡിഡൻറ്റ് ദേ എന്ന് വന്നത്. ക്ലിയർ ആണേ? ആ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് 20. ആ ദർ ഇസ് നോ ബെറ്റർ വേ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ. എന്താ ക്വസ്റ്റ്യൻ ടാഗ്? ദർ ഇസ് നോ ബെറ്റർ വേ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ആ നോ ബെറ്റർ വേ. ആ ഇതിലും നല്ലൊരു വഴി ഇല്ല. ഓക്കെ, ദർ ഇസ് നോ ബെറ്റർ വേ. സെന്റൻസ് നോ ബെറ്റർ വേ. സെന്റൻസ് നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. കണ്ട, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇടയ്ക്ക് ഇങ്ങനെയും പണി കിട്ടണം അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ ആൻസർ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ദർ ഇസ് നോ ബെറ്റർ വേ. സോ സെന്റൻസ് നെഗറ്റീവ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. അതപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റേ കാര്യം കൂടെ ഒന്ന് പറയട്ടെ. ഓക്കെ, നമ്മുടെ ബാച്ചിൻ്റെ കാര്യം കൂടെ ഞാനൊന്ന് പറയുവാണ് ഇതിൻ്റെ ഇടയിൽ. നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ബാച്ച് 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ, കാരണം കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. Y338 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇത് 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ബാച്ചാണ്. പിന്നെ അത് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് രണ്ടും കൂടെ ഉള്ളതാണ്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ചും ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ച് അത് മെയ് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ചും ഉണ്ട്. അത് മേടിക്കണമെങ്കിൽ അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ. എസ്സേ, പ്രേസി, അതേപോലെ തന്നെ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇത്രയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓഫർ ഉണ്ട്. Y338 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം കേട്ടോ. Y338. ഓക്കെ, കൊടുത്താൽ മതി. 1300 രൂപയ്ക്ക് 2 വർഷത്തെ വാലിഡിറ്റിയോട് കൂടി. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിയുമ്പം ഈ ഓഫേഴ്സൊക്കെ മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട്. അപ്പോൾ എനിവേസ് ഡിസ്ക്രിപ്റ്റീവിനകത്ത് ദേ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കണ്ടോ ഈ സർക്കിളിൽ കണ്ടോ? ഇൻഡിവിജ്വൽ കറക്ഷൻ ഉണ്ട്. പലരുടെയും ഡൗട്ട്, മിസ്സേ ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റും ഡിസ്ക്രിപ്റ്റീവും തമ്മിൽ എന്താ വ്യത്യാസം? ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ഇല്ലേ? ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഇൻഡിവിജ്വൽ കറക്ഷൻ ഇല്ല. നമ്മൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും എല്ലാം കൂടെ പഠിക്കുന്ന. പക്ഷേ ഇത് റൈറ്റിംഗ് ടഫായിട്ടുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അലോൺ അത് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അത് മാത്രമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് 5 പ്രൈസിയും കാണും, 5 എസ്സേസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കറക്ഷൻ ഉണ്ട് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഹിയർ വി ആർ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കം ഓൺ. There is no better way to reduce air pollution. No better way. No എന്ന് പറയുമ്പോൾ സംഭവം എന്താ? നെഗറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? നോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. എല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കേട്ടോ. ഇനി എന്താണ്? അവിടെ ഹെൽപ്പിംഗ് വേർബ് ഇസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ് ദെയർ. ഇസ് ദെയർ. ദേറി തുടങ്ങിയാൽ ദേറി തന്നെ അങ്ങ് അവസാനിച്ചാൽ മതി. വേറെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ദേറി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദേറി തന്നെ നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, ഗ്രേറ്റ്. എന്നാ ബാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൗ യു ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് അല്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവർക്കും പറ്റുന്നില്ലേ? നൗ യു ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ്. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് സെന്റൻസ് അല്ലേ? ആണല്ലോ.
പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ്. ഓക്കെ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, സോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് സെൻറ്റൻസ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇനി ക്യാൻ്റെ ഓപ്പോസിറ്റ് കാൺട്ട്, സോ ഇറ്റ് ഈസ് കാൺട്ട് യു. കാൺട്ട് യു അല്ലേ? എളുപ്പമുള്ളതായിരുന്നു, അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. യെസ്, നെക്സ്റ്റ് മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ 2 ക്ലാസ്സസ് ആയിട്ട്, നമ്മൾ 2 പാർട്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ 25 ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സെഷൻസ് ആയിട്ട് 2 പാർട്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ബയോ നോബഡി ഫോൺഡ്, ആരും വിളിച്ചില്ല. ആരും വിളിച്ചില്ല, നോ ബഡി. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, ഭാഗ്യത്തിന് ഒരെണ്ണം മാർക്ക് കിട്ടി. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, സെൻറ്റൻസ് നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. നോബഡി ഫോൺഡ്, ആരും വിളിച്ചില്ല, നെഗറ്റീവ് സെൻറ്റൻസ്, അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇനി ഫോൺഡ്, ഫോൺഡ് എന്നുള്ളത് ഡിഡ് ഫോൺ ആണ്, ഡിഡ് ഫോൺ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഡിഡ്, ബാക്കി ഡിഡ് ഹി ആണോ ഡിഡ് ദേ ആണോ? ഡിഡ് ഹി ആണോ ഡിഡ് ദേ ആണോ? ഞാൻ പറഞ്ഞായിരുന്നു ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വിളിച്ചില്ല, സെന്റൻസ് സിംഗുലർ അല്ലേ? പക്ഷെ ട്വിസ്റ്റ് എന്താ? ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറൽ, ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറൽ, അതുകൊണ്ട് ഡിഡ് ദേ എന്ന് വരും. ഡിഡ് ദേ. കിട്ടിയോ? മനസ്സിലായോ? എന്നാൽ വീഡിയോ വേഗം ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ബാച്ച് പർച്ചേസ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന Y338 യൂസ് ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ 23. മോസ്റ്റ് ഓഫ് യു നോ ഇംഗ്ലീഷ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? മോസ്റ്റ് ഓഫ് യു നോ ഇംഗ്ലീഷ്. കമോൺ, നിങ്ങളുടെ മിക്കവർക്കും അറിയാലോ. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. നോ, നോയിനെ എങ്ങനെ എഴുതാം? മെയിൻ വേർബാ. നോയിനെ എങ്ങനെ എഴുതാം? ഡു നോ അല്ലേ? ഡു നോ. അതുകൊണ്ട് ഓപ്പോസിറ്റ് എന്താ? ഡോണ്ട് യു. ഡോണ്ട് യു. എളുപ്പമാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മളൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് ആൻസർ ചെയ്താൽ മാത്രം മതി. ഒട്ടും ടഫ് അല്ല, ഒന്നുമല്ല, സംഭവം സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അടുത്ത് ഹി നീഡ്സ് എ ടോർച്ച്. ഹി നീഡ്സ് എ ടോർച്ച് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹി നീഡ്സ് എ ടോർച്ച്. ഓക്കെ, പറയും. ഹി നീഡ്സ് എ ടോർച്ച്. അവനൊരു ടോർച്ച് വേണം. എന്താ ആൻസർ? യെസ്, പോസിറ്റീവ് സെന്റൻസ്. സോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, നീഡ്സ് എങ്ങനെ എഴുതാം? മെയിൻ വേർബ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോ. ഡസ് നീഡ്. ഓക്കെ, ഡസ് നീഡ്. ഡസിന്റെ ഓപ്പോസിറ്റ് ഡസന്റ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഡസന്റ് ഹി. ഡസന്റ് ഹി. അപ്പോൾ പെട്ടെന്നൊന്നും ചാടിക്കയറി ആൻസർ ഒന്നും ചെയ്തേക്കരുത്. പ്രോപ്പറായിട്ട് ഓപ്ഷൻസ് നോക്കി വേണം കറക്റ്റായിട്ട് കൊടുക്കാൻ കേട്ടോ. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അല്ലേ? അതെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കം ഓൺ. സോ യു ബോട്ട് എ കാർ. ഓ, അപ്പൊ നീ മേടിച്ചല്ലേ? കാർ മേടിച്ചല്ലേ? അറിഞ്ഞില്ലല്ലോ. ഓ ഗ്രേറ്റ്. സോ യു ബോട്ട് എ കാർ. ഓക്കെ, പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, 3 നെഗറ്റീവ് ഉണ്ട്. സോ യു ബോട്ട്. ബോട്ട് എങ്ങനെ എഴുതാം? ഡിഡ് ബൈ. ഓക്കെ, ഡിഡ് ബൈ ആണ് ബോട്ട് എന്ന് പറയുന്നത്. ബോട്ട് പാസ്റ്റ് അല്ലേ, അപ്പൊ ഡിഡ് ബൈ എന്ന് പറയാം. ഓക്കെ, ഡിഡ് എന്തിയേ? ദേ കിടക്കുന്നു. ഡിഡന്റ് യു. ഡിഡന്റ് യു അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിൽ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട, ജസ്റ്റ് പെട്ടെന്നോട് ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് എന്തോരം ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മണിക്കൂറിൽ ക്വസ്റ്റ്യൻ ടാഗ് തന്നെ ചെയ്യാമെന്ന് അറിയാം. പക്ഷേ ആ കോൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആവണം. അപ്പോൾ നമ്മൾ ഈ 25 ക്വസ്റ്റ്യൻസിനകത്ത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുക. അത് ഒരു പോയിന്റ്. ഇവിടെ നമ്മൾ ടെൻസ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ടെൻസ് ഒന്നും മാറ്റിയിട്ടില്ല. അത് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ കാര്യം, ഈ ട്വിസ്റ്റ് ഉള്ളത് ഒരേ ഒരു കേസിലാണ് ട്വിസ്റ്റ് ഉള്ളത്. അതായത് നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈച്ച്, എവറി, ഐദർ, നൈദർ, എനിവൺ, സംവൺ, നോ വൺ,
വൺ, നോബഡി, നൺ എന്നൊക്കെ പറയില്ലേ, അവിടെ ഒരാളെ കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ അവിടെ മാത്രമേ ഉള്ളൂ ട്വിസ്റ്റ്, ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറൽ ആയിരിക്കും. ആ ഒരു കേസ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബാച്ച് ബോത്ത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവിന്റെ ബാച്ച് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ചും ഉണ്ട്. ഈ ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ 10 സാമ്പിൾസ് ഇവാലുവേറ്റ് ചെയ്യും. ഇൻഡിവിജ്വൽ കറക്ഷൻ ഉണ്ട്. 5 എസ്സേസും 5 പ്രൈസിയും കറക്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ഇല്ല, ഇത് ഡിസ്ക്രിപ്റ്റീവ് ഒള്ളിക്ക് വേണ്ടി മാത്രം. ഫുൾ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മേടിക്കുക. ഓക്കെ, ഇനി ആ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവിനകത്ത് ഇൻഡിവിജ്വൽ കറക്ഷൻ ഇല്ല. കാരണം 100+ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഉള്ളി പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ലെവൽ ഓഫ് ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നും കൂടെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്ത് ഡിസ്കൗണ്ട് വേണമെങ്കിലും Y338 എന്നുള്ള കൂപ്പോൺ കോഡ് യൂസ് ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ, ടേക്ക് കെയർ ആൻഡ് ബൈ.